ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ EVS ആണ് എക്സാം, ഓണം എക്സാമാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1 നോക്കാം. ലെറ്റ്സ് നോ ദ ലിവിങ് ബീങ്സ്. അപ്പോൾ എന്താണ്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ലിവിങ് ബീങ്സ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ ഗിവൺ പിക്ചർ. അപ്പോൾ എന്താണ്, ഇതിലുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും തിരിച്ചറിയുക. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? കൗ ഉണ്ട്, പിന്നെ ട്രീ ഉണ്ട്, ബേർഡ് ഉണ്ട്, സ്ക്വിരൽ ഉണ്ട്, വാട്ടർ ലോട്ടസ് ഉണ്ട്, ലില്ലി ഉണ്ട്, മോസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഡക്ക് ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ദെൻ ഫ്രോഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലിവിങ് ബീങ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ടാബുലേറ്റ് ദ ഓർഗാനിസംസ് അക്കോർഡിംഗ് ടു ദയർ ഹാബിറ്റേറ്റ് അനുസരിച്ചിട്ട് ഇവ എന്താ എഴുതുക. അപ്പോൾ എന്താ, ഹാബിറ്റേറ്റും ഓർഗാനിസംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ലാൻഡ് ആണ്. ലാൻഡിൽ ഏതൊക്കെയാണ്? കൗവ്, ട്രീ, ബേർഡ്, സ്ക്വിറലൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് എന്താ കൂട്ടുകാരെ? അടുത്തത് തന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ താഴെ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ എന്തായിരിക്കും? വാട്ടറാണ്. അപ്പോൾ വാട്ടറിൽ നമുക്ക് ലോട്ടസ്, ലില്ലി, മോസ്, ഫിഷ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്താ, ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ലാൻഡിലും വാട്ടറിലും ഉള്ളത് ആരൊക്കെയാണ്? ഫ്രോഗ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഡക്ക്, ടോട്ടോയ്സ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രോഗ് ലിവ്സ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അപ്പോൾ ഫ്രോഗ് എന്താണ്, കരയിലും വെള്ളത്തിലും ജീവിക്കും. ഫിഷ് ലിവ്സ് ഓൺലി ഇൻ വാട്ടർ. ഫിഷ് ആണെങ്കിൽ വാട്ടറിൽ മാത്രമാണ് ജീവിക്കുള്ളൂ. റൈറ്റ് മോർ അബൌട്ട് ദം. അപ്പോൾ എന്താ, ഇവയെ പറ്റിയിട്ട് കൂടുതൽ എഴുതുക. അപ്പോൾ ഫ്രോഗ്, ദെൻ ഫിഷ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രോഗിനെ കുറിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് ഫ്രോഗിനെ കുറിച്ച് എന്തൊക്കെ എഴുതാൻ പറ്റും? ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ത്രൂ സ്കിൻ ആൻഡ് വാട്ടർ. അപ്പോൾ ഫ്രോഗിന് എന്താ, ഫ്രോഗിന് സ്കിന്നിലൂടെയും വാട്ടറിലൂടെയും ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താ, ഫ്രോഗിൻ്റെ ബോഡി എങ്ങനത്തെ എന്നാ പറയുന്നത്? സ്ലിപ്പറി ബോഡിയാണ്. എങ്ങനത്തെ ബോഡിയാണ്? സ്ലിപ്പറി ബോഡിയാണ് നമ്മുടെ ഫ്രോഗിൻ്റേത്. ഇനി അടുത്തത് എന്താ, പെഡിൽ ലൈക്ക് ലിംപാണ് ഫ്രോഗിൻ്റെ. ഇനി നെക്സ്റ്റ് നമ്മൾ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഫിഷ് ആണ് നോക്കാൻ പോകുന്നത്. ഫിഷ് ബ്രീത്ത് ത്രൂ ദ ഗ്രിൽസ്. അപ്പോൾ എന്താണ്, ഫിഷ് എന്തിൽ കൂടെയാണ് ശ്വസിക്കുക? ഗ്രിൽസിലൂടെയാണ് ഫിഷസ് ശ്വസിക്കുക. ഇനി വേറൊരു ഫീച്ചർ നമുക്ക് എന്തെഴുതാം? ബോട്ട് ലൈക്ക് ബോഡി ആൻഡ് സ്കെയിൽസ് ഇൻ റോഡ് ടു മൂവ് വാട്ടർ. അപ്പോൾ ബോട്ടിൻ്റെ പോലത്തെ ബോട്ട് ലൈക്ക് ബോഡിയാണ്. പിന്നെ സ്കെയിൽസ് ഒക്കെ ഉണ്ട്, വെള്ളത്തിലൂടെ നീങ്ങാൻ വേണ്ടി ബോഡിയിൽ സ്കെയിൽസ് ഒക്കെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫ്രോഗിൻ്റെയും ഫിഷിൻ്റെയും പെക്യൂലിയാരിറ്റീസ്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. ഫ്രോഗിൻ്റെ 2 ഫിഷിൻ്റെ 2 എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കാം. ഇനി അടുത്ത അതിൽ ഡി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അഡാപ്റ്റേഷൻ ഇസ് നോട്ട് ആപ്റ്റ് ഫോർ ദ ടോട്ടോയ്സ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്? ഏതാണ്? ബോട്ട് ലൈക്ക് ബോഡി ഷേപ്പ്, ഹാർഡ് ഔട്ടർ ഷെൽ, ഓർ ലൈക്ക് ലെഗ്സ്, ഹെഡ് ദാറ്റ് ക്യാൻ ബി പുൾഡ് ഇൻസൈഡ് ദ ഷെൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് കൂട്ടുകാരെ? ഓപ്ഷൻ എ ആണ്, ബോട്ട് ലൈക്ക് ബോഡി ഷേപ്പ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 2, ട്രീസ് അബോൺ. അപ്പോൾ എന്താണ്? മങ്കി, ക്രീപ്പേഴ്സ്, ആൻറ്റ്, ലൊറാന്തസ്, ബാറ്റ്, ക്രോ, സ്ക്വിറൽ. എന്നിട്ട് സെൻറ്ററിൽ ഒരു ട്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്കതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രീ ആൻഡ് ദ ലിവിങ് ബീയിങ്സ് കണക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ എന്താ, ട്രീ ലിവിങ് ബീയിങ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റിലേഷൻ വിത്ത് ദ ട്രീ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സ്മോൾ ഓർഗാനിസംസ് കൊടുത്തിട്ടുണ്ട്. കളക്ട് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ദ ട്രീ. അപ്പോൾ എന്താണ് സ്മോൾ ഓർഗാനിസത്തിൻ്റെ ട്രീയുമായുള്ള ബന്ധം, റിലേഷൻ എന്താണെന്ന് വെച്ചാൽ കളക്റ്റിംഗ് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ദ ട്രീ. മരത്തിലൊക്കെ ഫ്ലവേഴ്സിൽ നിന്ന് ഹണി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി നെക്സ്റ്റ് ക്രോയാണ്. ക്രോൻ്റെ റിലേഷൻ നോക്കാം. മേക്കിംഗ് നെസ്റ്റ് ഓൺ ദ ട്രീൻ്റെ മേലെ നെസ്റ്റ് ഉണ്ടാക്കലാണ് ക്രോൻ്റെ റിലേഷൻ. ഇനി ലൊറാന്തസ് ആണെങ്കിൽ ട്രീയിൽ എന്താ ചെയ്യുക? ഗ്രോ ഓൺ ദ ബോഡി ഓഫ് ട്രീ, അതായത് ട്രീയുടെ ബോഡിയിൽ ലൊറാന്തസ് വളരും. ഈ ലാസ്റ്റ് വൺ എന്താ? മങ്കിയാണ്. മങ്കി എന്താ? ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഓൺ ദ ട്രീയിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ഒക്കെ മങ്കി കഴിക്കും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ആക്ടിവിറ്റി നോക്കി നോക്കാം. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെൻറ്റ്സ് മീര ആൻഡ് ഹർ ഫ്രണ്ട്സ് ഹാവ് ഡൺ ടു ഒബ്സർവ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സീഡ് ജെർമിനേഷൻ. അപ്പോൾ സീഡ് ജെർമിനേഷൻ്റെ പല ഫേസസ് ഒക്കെയാണ്. ലേഡീസ് ഫിംഗർ തന്നിട്ടുണ്ട്, പാഡി തന്നിട്ടുണ്ട്, ദെൻ അരിക്കനെറ്റ് തന്നിട്ടുണ്ട്, പീ തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ സ്പ്രോട്ടഡ് സീഡ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദെയർ കോട്ടിലിഡൻസ്. അപ്പോൾ എന്താണ് ഇത് സ്പ്രോട്ട് ചെയ്യുന്നത്? ഇത് മുളയ്ക്കുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഡൗൺ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ കോട്ടിലിഡൻ. കോട്ടിലിഡൻ ഈ ഓരോന്നിലും ലേഡീസ് ഫിംഗറിലും പാഡിയിലും അരിക്കനറ്റിലും പീലുമൊക്കെ കോട്ടിലിഡൻ എങ്ങനെയെന്ന് വെച്ചാൽ അത് എഴുതുക. അപ്പോൾ താഴെ ഒരു ബോക്സ് ഉണ്ട്, പ്ലാന്റും പെക്യൂലിയാരിറ്റീസ്. അപ്പോൾ പെക്യൂലിയാരിറ്റീസിൽ വാരി എഴുതൊന്നും വേണ്ട, ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി. ലേഡീസ് ഫിംഗറിൻ്റെ ഒന്ന് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഡൈകോട്ടിലിഡനസ് പ്ലാന്റ് ആണ്. ഡൈകോട്ടിലിഡസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 കോട്ടിലിഡൻ അതിന് പ്രസൻ്റ് ആണ്. ലേഡീസ് ഫിംഗറിന് എത്ര കോട്ടിലിഡനാണ് കൂട്ടുകാരെ? 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ പാഡി എന്തായിരിക്കും? പാഡി ഒരു മോണോകോട്ടിലിഡനാണ്. പാഡിയുടെ പോലെ തന്നെയാണ് അരിക്കനറ്റും. അരിക്കനറ്റും ഒരു മോണോകോട്ടിലിഡനാണ്. പി എന്താ? പി ഡൈകോട്ടിലിഡനാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? കോട്ടിലിഡൻ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.